അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഭൂമി സർക്കാരിന്റേത് എന്നാണ് വ്യക്തമാകുന്നത്. 300 ഏക്കറോളം കൈവശപ്പെടുത്തിയത് അനധികൃതമായി എന്നാണ് മനസ്സിലാകുന്നത്. സ്ഥലം മിച്ചഭൂമിയെന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നും കണ്ണൂർ ജില്ലാ ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, വളരെ ഗുരുതരമായൊരു കണ്ടെത്തൽ. അനധികൃതമായി 300 ഏക്കറോളം സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിക്കൊണ്ടാണ് മാനേജ്മെന്റ് കോളേജ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ്. എന്താണ് തുടർ നടപടി? എങ്ങനെയായിരുന്നു ഇങ്ങനൊരു വിവരം പുറത്തുവന്നത്? അതിൽ ഈ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിന് കീഴിലെ അഞ്ചരക്കണ്ടി പടുകുര ഈ 2 വില്ലേജുകളിലായിട്ടാണ് ഈ 300 ഏക്കറോളം വരുന്ന ഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെയാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, ഒപ്പം തന്നെ ഡെന്റൽ കോളേജ് എന്നിവ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് തോട്ട ഭൂമിയായിരുന്നു. ഇത് തരം മാറ്റിയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് ബോർഡ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഇതിന്റെ പരിശോധനകളും അതേപോലെ തന്നെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. 300 ഏക്കറോളം വരുന്ന ഭൂമി അത് കറുപ്പത്തോട്ട ഭൂമി തരം മാറ്റിയതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ ഉടമസ്ഥർ നിലവിൽ 7 പേര് ആണ്. അതിൽ ഒന്നാമത്തെ ആൾ ജബ്ബാർ ഹാജി എന്ന് പറയുന്നത് അബ്ദുൽ ജബ്ബാർ ഹാജി, അദ്ദേഹത്തിന്റെ മക്കളായ ജസീറത്ത് ജബ്ബാർ, ജാബിർ ജബ്ബാർ, ജുനൈദ് ജബ്ബാർ എന്നിവരുടെ പേരിലാണ് നിലവിൽ ഈ ഭൂമി ഉള്ളത്. ഇത് കൂടാതെ 7 പേരുണ്ട്. മൊത്തം 7 പേരുടെ പേരിലാണ് ഈ ഭൂമി ഉള്ളത്. അതിനു മുമ്പ് തന്നെ 1963 ഭൂപരിഷ്കരണ ചട്ടം അത് പ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കേണ്ട ഭൂമി 5 മുതൽ 7.5 ഏക്കർ വരെയാണ്. അത് ലംഘിക്കപ്പെട്ടു എന്നാണ് ലാൻഡ് ബോർഡിന്റെ കണ്ടെത്തൽ. മാത്രമല്ല വലിയ വാദങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. അതായത് ഈ അവകാശപ്പെട്ടതുപോലെ തന്നെ ഈ ഭൂമിക്ക് KLR ആക്ട് സെക്ഷൻ പ്രകാരം ഇളവ് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. പക്ഷെ യാതൊരു ഇളവും ഇവർക്ക് ലഭ്യമായിരുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ ആദ്യകാല ഉടമകൾ മറ്റൊരു കക്ഷികളാണ്. അവരാണ് ഇത് ഈ പറയുന്ന വ്യക്തികൾക്ക് വിറ്റത്. കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ്. സ്വാഭാവികമായിട്ടും ആ കാലത്ത് തന്നെ ഈ കൈമാറ്റം അത് അനധികൃതമാണെന്ന് കണ്ടെത്തുകയും അതിന് രേഖകളൊന്നുമില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തു. തുടർന്നാണ് ഈ കൈമാറ്റം എല്ലാം അസാധുവാണെന്ന് ലാൻഡ് ബോർഡ് ഉത്തരവിറക്കിയിട്ടുള്ളത്. നിലവിൽ ലാൻഡ് ബോർഡിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഈ ഭൂമി ഏതാണ്ട് 300 ഏക്കറോളം വരുന്ന ഭൂമി അത് സർക്കാർ ഭൂമിയാണ്. അത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണമെന്നുള്ളതാണ് കണ്ണൂർ ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഉയരുന്നത്. ഭൂമി തിരിച്ചെടുക്കാനാണ് കണ്ണൂർ ജില്ലാ ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.